സാധാരണ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന പൂജകളോ ആരാധനകളോ ഇല്ലാത്ത തികച്ചും വ്യത്യസ്തവും ലളിതവുമായ രീതികൾ പിന്തുടർന്നു പോരുന്ന ക്ഷേത്രമാണ് കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം. ദക്ഷിണകാശി എന്നാണ് വിശ്വാസികൾ വിളിക്കുന്നത്. ഈ ക്ഷേത്രത്തിൽ ശ്രീകോവിലോ പ്രതിഷ്ഠകളോ പൂജയോ ഒന്നും കാണുവാൻ കഴിയില്ല. അനാഥരുടെയും അഗതികളുടെയും ക്ഷേത്രമായും ഓച്ചിറ ക്ഷേത്രം അറിയപ്പെടുന്നു. ഓച്ചിറ ക്ഷേത്രത്തെക്കുറിച്ചും ഇവിടുത്തെ പ്രസിദ്ധമായ ഓച്ചിറ 12 വിളക്ക് മഹോത്സവത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ജാതിമത വ്യത്യാസമില്ലാതെ നാനാഭാഗത്തു നിന്നുമെത്തുന്ന വിശ്വാസികളാൽ സമ്പന്നമാകുന്ന ദിവസങ്ങളാണ് ഈ 12 നാളുകൾ. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന മൂർത്തിയാണ് ഓച്ചിറയിലെ പരബ്രഹ്മമെന്നാണ് വിശ്വാസം. പരബ്രഹ്മനാദമായ ഓങ്കാരത്തിൽ നിന്നാണ് ഓച്ചിറ എന്ന പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. 22 ഏക്കർ സ്ഥലത്തായി വിശാലമായി കിടക്കുന്ന ക്ഷേത്രസ്ഥലത്ത് കാണുവാനുള്ളത് 2 ആൽത്തറയും കുറച്ച് കാവുകളും മാത്രമാണ്. ഇത് മുഴുവൻ ക്ഷേത്രസങ്കല്പമായാണ് കണക്കാക്കുന്നത്. ഈ 2 ആൽത്തറകളിൽ ഒന്ന് മഹാവിഷ്ണുവിനും അടുത്തത് പരമശിവനുമാണ് സമർപ്പിച്ചിരിക്കുന്നത്. പരബ്രഹ്മത്തിൻ്റെ പ്രതീകമായി ഇവരെ ആരാധിക്കുന്നുവെന്നാണ് വിശ്വാസം. പരബ്രഹ്മ ചൈതന്യത്തിൻ്റെ മൂലസ്ഥാനമാണ് ഓച്ചിറ എന്നാണ് ഇവിടുത്തെ മറ്റൊരു വിശ്വാസം. ഇവിടെ എത്തിയാൽ എങ്ങനെയാണോ പ്രാർത്ഥിക്കേണ്ടത് എന്നറിയാമോ? ക്ഷേത്രത്തിലെത്തിയാൽ ആദ്യം കാണുവാൻ സാധിക്കുന്നത് കാളകളെയാണ്. ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനത്തിന് ചുറ്റും ത്രിശൂലങ്ങൾ കുത്തിവെച്ചിരിക്കുന്നത് കാണാം. ഈ സ്ഥലമാണ് മൂലസ്ഥാനം. ഇവിടെ എത്തി രൂപമില്ലാത്ത പരബ്രഹ്മത്തെ വിശ്വാസികൾ ആരാധിക്കുന്നു. പ്രസാദമായി ഇവിടെ ഭസ്മം നൽകുന്നു. അതുകൊണ്ട് തന്നെ പരബ്രഹ്മരൂപം ശിവതേജസ്സാണെന്നു കരുതുന്നു. ഭസ്മം ശിവവിഭൂതിയായും കാളയെ ശിവവാഹനമായും ത്രിശൂലം ഭഗവാന്റെ ആയുധമായും കാണുന്നു അത്രേ. എന്നാൽ ഗണപതിക്കാവ്, ഉണ്ടിക്കാവ്, മഹാലക്ഷ്മിക്കാവ്, അയ്യപ്പക്ഷേത്രം, കൽച്ചിറ, കിഴക്കു പടിഞ്ഞാറേ നടകൾ എന്നിവ ഇവിടെ ക്ഷേത്രരൂപത്തിൽ കാണാം. മണ്ണ് പ്രസാദമായി നൽകുന്ന ക്ഷേത്രം എന്ന പ്രത്യേകതയും ഓച്ചിറയ്ക്കുണ്ട്. കേരള ക്ഷേത്രങ്ങളുടെ ചരിത്രത്തിൽ മഹനീയമായ ഒരു സ്ഥാനമുണ്ട് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിന്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുൻപ് തന്നെ എല്ലാ ഹൈന്ദവ വിശ്വാസികൾക്കും ഒരുപോലെ പ്രവേശനം നൽകിപ്പോന്നിരുന്ന ക്ഷേത്രമാണ് ഓച്ചിറ എന്നാണ് ചരിത്രം പറയുന്നത്. അഹിന്ദുക്കൾക്ക് ആൽത്തറയിലെ ചുറ്റുവിളക്കിന് പുറത്ത് എവിടെ വേണമെങ്കിലും വരികയും ചെയ്യാം. ഓച്ചിറ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ആഘോഷമാണ് ഓച്ചിറ 12 വിളക്ക് മഹോത്സവം. വൃശ്ചികം 1 മുതൽ 12 വരെ നീണ്ടു നിൽക്കുന്ന ഈ ചടങ്ങ് കരക്കാരുടെ ആഘോഷമാണ്. വിശ്വാസവും ഭക്തിയും ഒരുപോലെ സമന്വയിക്കുന്ന 12 ദിവസങ്ങളിലും കൊല്ലം ജില്ലയുടെ സമീപ ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് വിശ്വാസികൾ ഇവിടെ എത്തിച്ചേരുന്നു. ഈ ദിവസങ്ങളിൽ കുടിൽ കെട്ടി ഭജനമിരിക്കുകയാണ് വിശ്വാസികൾ ചെയ്യുന്നത്. പറയിപെറ്റ പന്തിരുകുലത്തിലെ 12 പേരും പരബ്രഹ്മത്തെ ധ്യാനിച്ചു പൂജകൾ നടത്തിയതിൻ്റെ അനുസ്മരണമായാണ് ഈ 12 വിളക്ക് മഹോത്സവം നടത്തുന്നത്. ഈ ഓർമ്മയെ സൂചിപ്പിക്കുന്ന 12 വിളക്കുകളും ക്ഷേത്രത്തിൽ കാണാം. 1000-ലേറെ കുടിലുകൾ സാധാരണ 12 വിളക്കു മഹോത്സവ സമയത്ത് ഇവിടെ ഉയരാറുണ്ട്. സാധാരണയായി ഈ 12 ദിവസങ്ങളിലും വിശ്വാസികൾ കുടിലുകെട്ടി ക്ഷേത്രത്തിൽ തന്നെയാണ് ഭജനയിരിക്കുന്നത്. വ്രതമനുഷ്ഠിച്ച് ഭജനമിരിക്കുന്നവർക്ക് അളവില്ലാത്ത അനുഗ്രഹം ലഭിക്കുമെന്നാണ് വിശ്വാസം. അവരുടെ മുൻജന്മ പാപങ്ങൾ പോലും അകന്ന് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ലഭിക്കുമത്രേ. ഈ സമയത്തെ ക്ഷേത്ര ദർശനവും അതീവ പുണ്യകരമാണ്. വഴിപാടുകളുടെ കാര്യത്തിലും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും പല വ്യത്യാസങ്ങളും ഇവിടെ കാണുവാൻ സാധിക്കും. ത്വക്ക് രോഗങ്ങൾ മാറുവാനായി ഓച്ചിറയിലെ 8 കണ്ടങ്ങളിലും ഉരുളുന്നതാണ് അതിൽ പ്രധാനം. ഇവിടുത്തെ മണ്ണിന് ചില ഔഷധ ഗുണങ്ങൾ ഉണ്ടെന്നാണ് വിശ്വാസം. ഇതുകൂടാതെ അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ്. കൊല്ലം ജില്ലയിലാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്.